ഹായ് ഓൾ, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കല്ലേ. അപ്പോൾ ഓണൊക്കെ ആവില്ലേ, അപ്പം നമുക്കൊരു പായസം കഴിക്കാനൊരു പൂതിട്ടാണ്. അപ്പോൾ നമ്മളൊന്നൊരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ കിച്ചടി പരിപ്പിൻ്റെ പായസമായിട്ട് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ചെറുപയറിൻ്റെ പരിപ്പ് അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിക്കണേ. അപ്പോൾ ഒരു 300 ഗ്രാം കൊണ്ടുവന്ന് നിൽക്കണേ. അപ്പോൾ നമ്മളതിന് കുറച്ചുകൊണ്ട് എടുത്ത് വെച്ചിക്കാണ്ട് ഒരു 200ൻ്റെ മേലെ കണ്ടുകാണ്ട് നമ്മൾ വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പായസത്തിന് പറയില്ലേ, ഞങ്ങൾ ഓണപ്പായസം എന്നാട്ടോ പറയില്ലേ. അപ്പോൾ അതാ നമ്മൾ അതൊക്കെ ഒന്ന് വറുത്ത് വെച്ചിക്കണേ. വറുത്ത് കാണ്ടാണ് നമ്മൾ കഴുകിക്കേണ്ടത്. വറുത്ത് ചൂടാറിയതിൻ്റെ ശേഷം കഴുകിക്കണേ. അത് നമ്മളെ വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ അതിക്ക് നമുക്ക് ഒരു സാവുനരി വേണം കേട്ടോ. അപ്പോൾ ചായ കുടിക്കണ കപ്പിന് ഒരു അരക്കപ്പ് സാവുനരി കഴുകിങ്ങാണ്ട് അതൊന്ന് വെള്ളം ഒഴിച്ച് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് പുതിർന്നോട്ടെ. അപ്പോൾ നമ്മൾ വറുത്തുകാണ്ട് ചൂടാറിയതിൻ്റെ ശേഷം കഴുകി വെച്ചിക്കണം കേട്ടോ പരിപ്പ്. അപ്പോൾ അതിനടുപ്പത്ത് വെള്ളം വെച്ചിക്കണേ. അപ്പോൾ ആ വെള്ളത്തേക്ക് നമ്മൾ ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ആയിട്ടില്ല, തേങ്ങാപ്പാൽ കൊണ്ടാട്ടെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ 3-ാം പാലിൽ നമുക്ക് തീമ ഇട്ടാൽ മതി. അപ്പോൾ പാൽ എടുത്തായിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം വെച്ചുകാണ്ട് അടുപ്പത്ത് വിടുകയാണ് കേട്ടത്. അപ്പോൾ അതൊക്കെ തിളച്ച വെള്ളത്തേക്ക് ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ അത് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓണക്കല്ലേ, അപ്പോൾ സന്തോഷത്തിൻ്റെ നാളുകളാണ് ഇക്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ച് അപ്പം ഇന്ന് പകൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നമ്മളെ വൈഫൈ ഒന്ന് പണി മുടക്കി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ രാത്രി കേട്ടാ പിന്നെ ഇടേണ്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുകാണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണേ. അപ്പോൾ പായസം ടേസ്റ്റ് കൂടാനുള്ള ടിപ്പുകളും ഒക്കെ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി. പിന്നെ നമുക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഒരു 4 കട്ട ചക്കര ഞാൻ തേങ്ങാപ്പാലിൻ്റെ 3-ാം പാലിലാണ് കേട്ടോ അത് തിളപ്പിക്കേണ്ടത്. അപ്പോൾ പാൽ ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പരിപ്പൊക്കെ അസലായിട്ട് വെന്തിക്കണേ. അപ്പോൾ അതിക്ക് മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്ത്. അപ്പോൾ ചക്കര വെള്ളം അതിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഭയങ്കര കടുമധുരം ആക്കണില്ല കേട്ടോ. അപ്പം ഇവിടെ മധുരം പറ്റാത്തവരും ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം മധുരം ആക്കണുള്ളൂ. അപ്പോൾ ചക്കര വെള്ളമൊക്കെ വെന്തിൻ്റെ ശേഷം അതിക്ക് ഒഴിച്ച് കൊടുക്കണം. പരിപ്പ് നന്നായി വേവണം കേട്ടോ. അപ്പോൾ നമ്മൾ സാവുനരി നല്ല പൊതിർന്നിക്കണേ. അപ്പോൾ കുറച്ച് സമയം ആയിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് തിളപ്പിച്ച് കാണണ്ട് എടുക്കണുള്ളൂ. അധികം നേരം തിളപ്പിക്കണില്ല, നല്ല പൊതിർന്നതല്ലേ. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് കാണാണ് തിളപ്പിക്കേണ്ടത്. അപ്പോൾ തിളച്ച് വിടുമ്പോൾ തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിക്കണേ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നല്ല നോർമൽ വെള്ളം, പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കൊടുത്തുകൊണ്ട് ആ പശക്കെ പോകണം. അപ്പം നല്ല ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കേണ്ടി. അപ്പോൾ നമ്മൾ അരിപ്പ വെച്ചുകാണ്ട് ഇതിൽ കണ്ട് ഒഴിച്ചാണ്. അപ്പോൾ അതിൻ്റെ ആ കണ്ണ് മാത്രം നമുക്ക് മതി കേട്ടോ. അതിൻ്റെ ആ വെള്ളം വേണ്ട, ആ കൊപ്പുള്ള വെള്ളം വേണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ പശൊക്കെ പോയിൻ്റെ കണ്ട് ആ കണ്ണ് മാത്രം മതി. അത് ഇങ്ങനെ ഇതിലിട്ട് കൊടുത്താൽ കാണാനും നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല രസമാണ്, കഴിക്കുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ കുടിക്കുമ്പോൾ. അപ്പോൾ അതിനാട്ടത്. അപ്പോൾ അതിൻ്റെ ആ കൊപ്പൊക്കെ കളഞ്ഞങ്ങാണ്ട് നമ്മൾ അരിപ്പിക്ക് ഒഴിച്ച് വെച്ചിക്കണേ. അപ്പോൾ ആ വെള്ളം ഉണ്ട് ഒഴിവാക്കുക. ആ വെള്ളം നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ പരിപ്പ് ചക്കരയും ഇതൊക്കെ ഇട്ട് അപ്പോൾ 2-ാം പാലാട്ടത് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഫസ്റ്റ് പാൽ ഇവിടെ ഉണ്ട്, 2-ാം പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് പാലും മിൽമപ്പാലും പിന്നെ മിൽക്ക് മേഡൊക്കെ ആക്കിങ്ങാണ്ട് അങ്ങനെയും ഉണ്ടാക്കട്ടോ. നമുക്കിവിടെ ഇവർക്കൊക്കെ തേങ്ങാപ്പാലായിട്ട് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാലെടുത്തത്. അപ്പോൾ തേങ്ങ ഉണ്ടായി, ഞാനും പച്ചത്തേങ്ങ ഉണ്ടായപ്പോൾ തേങ്ങാപ്പാലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ചിലവും കുറയില്ല, പാല് കൊണ്ടും വേണ്ട. അപ്പോൾ അതാ നമ്മൾ പിന്നെ ആ സാവുനരി കയ്യൊക്കെ ഊറ്റിയില്ല, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയായ പായസമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി, ഉണ്ടാക്കാത്തോല്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അപ്പോൾ നല്ലൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പം ഇനി 1-ാം പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറേ ശൈകാട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിന്നെ ഇളക്കും ചെയ്യുക, ഒഴിച്ചും ചെയ്യുക, അങ്ങനെ ചെയ്യുക. അപ്പം എൻ്റെ ക്യാമറക്ക് കാണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇളക്കാത്തതാണ് കേട്ടത്. അപ്പോൾ അത് 1.5 തേങ്ങൻ്റെ പാലാണ് കേട്ടത്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും 3-ാം പാലാണ് ഞാൻ ചക്കര ഉരുക്കിയത്. 2-ാം പാലും ഒഴിച്ചു കൊടുത്ത് 1-ാം പാലും ഇപ്പോൾ ഒഴിച്ചിട്ടാ. അപ്പോൾ ഈ സേമിയ പായസം പാലട പായസമൊക്കെ പിന്നെ റോട്ടുമലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ കുടിച്ചിക്കണേ. അപ്പോൾ അതാണ് ഈ വെക്കണ്ടെന്ന് പറഞ്ഞു എല്ലാവരും. അത് ഭയങ്കര മധുരമാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതിപ്പോൾ അങ്ങനെ എല്ലാവരും വെക്കലില്ലാന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ കിട്ടണില്ല ഇവിടുന്ന്.
അതുപോലെ കടൻ്റെ അടുത്തുള്ളവരൊക്കെ പിന്നെ അടപ്പായസമൊക്കെയാണ് കൊടുത്തുകണ്ടത് എന്ന് പറഞ്ഞ് ഭയങ്കര മധുരമുണ്ട് കുടിക്കാൻ കഴിയണില്ല എന്ന് പറഞ്ഞ്. അപ്പം ഇനി നമുക്ക് പിന്നെ അതിക്ക് ഏലക്കായ് ഇതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളൊരു കാലിച്ചട്ടി വെച്ചുകൊണ്ട് ചീനച്ചട്ടി വെച്ചുകൊണ്ട് അപ്പം അതിക്ക് ഏലക്കായ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, ഒരു 5-8 ഏലക്കായ് എടുത്തിക്കണത് ചെറിയതാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് ചൂടാക്കണം. അത് നല്ല ചൂടായി വരുമ്പോൾ അതിക്കൊരു 1/4 സ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നല്ല ചൂടായതിൻ്റെ ശേഷം നമുക്ക് സ്റ്റൗ കൊണ്ട് ഓഫ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ചുക്കുപൊടി ഉണ്ട് കേട്ടോ. അത് ചുക്ക് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ചുക്കുപൊടി ഇല്ലെങ്കിൽ ചുക്ക് കൊണ്ടുവന്നുകാണ്ട് അത് മിക്സിയിട്ട് പൊടിച്ച് വെച്ചാൽ മതി, ഇങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നാൽ പിന്നെ ഇതേപോലെ ഇതിക്ക് ഗോതമ്പ് പായസത്തിക്കൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടത്. അപ്പം ഞാൻ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഞാൻ ഒരു സ്പൂണില്ല, ഒരു 1/2 സ്പൂണ് ചുക്കുപൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാടാവും വേണ്ട. ചട്ടിയൊക്കെ ചൂടാറിയതിന് ശേഷമായിട്ട് ഇടേണ്ടത്. അപ്പോൾ ഒന്ന് ചൂടിച്ചോട്ടെ എന്ന് വിചാരിച്ച് കണ്ട്. അപ്പം ഇനി നമുക്ക് അത് ഇതിക്കിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ അണ്ടി മുന്തിരിയൊക്കെ നെയ്യിൽ വറവിടുന്നുണ്ട്. ആ വീഡിയോ അതിൽ പെട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്നുണ്ട് വറവിട്ടിട്ടുണ്ട്. നല്ല നെയ്യിലാണ്, ആർക്കേജിലാണ് അണ്ടി മുന്തിരിയൊക്കെ വറവിട്ടത്. പിന്നെ ആ ചുക്കുപൊടിയും പിന്നെ ഏലക്കായും നല്ല ജീരകവും പൊടിച്ചതും അതിക്കിട്ട് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ട് മൂടി വെക്കട്ടാ. എന്നിട്ട് പിന്നെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ തുറക്കേണ്ടത് കേട്ടോ. അപ്പോൾ നല്ലൊരു വാസന ഉണ്ട്, സ്മെല്ലുണ്ട്, മൂക്ക് കണ്ട് അടിക്കട്ടാ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടി. തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ പാലും മിൽമപ്പാലും പിന്നെ മിൽക്ക് മേഡും ഒക്കെ ഇട്ടാൽ മതി. തേങ്ങാപ്പാലാണ് ഏറ്റവും ടേസ്റ്റ് കൊടുക്കൽ. പഴയ കാലത്തുള്ള ഇത് തേങ്ങാപ്പാലല്ലേ, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ പായസം വൈകുന്നേരം അപ്പോൾ കുറച്ച് പാലുണ്ട് ഇനി, അപ്പോൾ അതൊന്ന് പായസത്തിൽ പാരണിട്ടെ. പാലൊന്ന് ചായ ഒന്നും ആരും കുടിച്ചിട്ടില്ല പായസം കുടിച്ചപ്പോഴേ. അപ്പോൾ നമുക്ക് ഈ പപ്പടം പൊട്ടിച്ചുകാണ്ട് കഴിക്കാൻ എനിക്ക് ഓണാകുമ്പോൾ അത് ഭയങ്കര ഒരു പൂതി കേട്ടോ. അപ്പോൾ ഞാൻ 2 പപ്പടമൊക്കെ ഒന്ന് പൊട്ടിച്ചുകാണ്ട് നന്നായി കഴിക്കട്ടെ. അപ്പോൾ മൈസൂർ പായും കൂടി വേണ്ടി, ഇനി അതൊക്കെ കിട്ടിയതുമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ആകട്ടെ എന്ന് വിചാരിച്ചുകാണ്ട് ഒന്ന് എല്ലാവരും ഇങ്ങനെ കാട്ടുന്ന് കാണുമ്പോഴേ നമുക്കൊരു പൂതിയുള്ള. അപ്പോൾ ആഗ്രഹങ്ങൾ ആരും ബാക്കി വെക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിക്കാണ്ട് പപ്പടമൊക്കെ പൊടിച്ചുകാണ്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ഒക്കെ ഒന്ന് കണ്ടുകാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.